ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ 2025 കയറുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ സൈഡിലൊരു കൊച്ചി നിൽക്കുന്ന കണ്ടില്ലേ? ദാറ്റ് ഈസ് അലീന ജേക്കബ്. റൂമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. സംഭവം പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഒരു ബോധോദയം വന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയാലോ. എന്താ വെച്ചാൽ റൂം വൃത്തികേടല്ല. നമ്മളൊരു പുതിയ നിമിഷങ്ങളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റൂമൊക്കെ ഇച്ചിരി 2025 ഇച്ചിരി വൃത്തിക്കൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ എന്ത് ലൈഫിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വൃത്തിക്ക് ഫ്രഷായിട്ട് തുടങ്ങണം. അപ്പോൾ പനിയൊക്കെ പിടിച്ചിരിക്കുക. അപ്പം ഡള്ളായിട്ടാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അതിന് വലിയ സൈഡിൽ നിന്ന് തലയാട്ടുന്നുണ്ട് ഗൈസ്. അപ്പം ഞാൻ എന്ത് കോലമാണ് കാണിച്ചു കൂട്ടുന്നത് എന്നാണ് നമ്മുടെ അലീന ജേക്കബ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അലീന, നമുക്ക് ഉപദേശം കൊടുത്താലോ? അപ്പോൾ നമുക്ക് ഈ 2024 എൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് കുറച്ച് ഉപദേശങ്ങൾ തരാം. വേറൊന്നുമല്ല, 2025 നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും അല്ലേ? നല്ലത് ചെയ്തില്ലേ എന്ത് കിട്ടും? പറയൂ ലീന. ഒന്നും കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾ നശിച്ചു പോത്തേ ഉള്ളൂ, നിങ്ങൾ നല്ലത് ചെയ്തില്ലേ. പിന്നെ വേറൊന്നുമല്ല, ചിലപ്പോൾ 2024 നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും നമുക്ക് ഒന്നും ലൈഫിൽ കിട്ടാത്ത സക്സീഡ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 2025 എല്ലാം ശരിയാവും. എവറിത്തിങ്. ദൈവം എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടല്ലോ, പുള്ളിക്കാരൻ നമ്മൾക്ക് ഇങ്ങനെ ഒരു സ്ലോ ഡ്രൈവാണ്. ഇങ്ങനെ മെല്ലെ 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 ഇങ്ങനെ പോവും. പക്ഷേ ലാസ്റ്റ് ഹീ വിൽ പ്രൂവ്. നമുക്ക് ലാസ്റ്റ് ആകുമ്പം ദൈവം എല്ലാം നല്ലതിന് വേണ്ടി എല്ലാം ചെയ്തു തരും. അപ്പം ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി. എപ്പോഴും ഒരു മനുഷ്യനെ ഇങ്ങനെ താഴെ കൊണ്ടിടത്തില്ല. നമുക്കൊരു സമയമാകുമ്പോൾ എല്ലാവരെയും ഇങ്ങനെ മേലോട്ട് ദൈവം കൊണ്ടുവരും. അപ്പോൾ ആ ഒരു ടൈം വരെ നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യുക. പിന്നെ 2025 ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾക്ക് നല്ലത് കിട്ടില്ല എന്ന്. കാരണം ചിലപ്പോൾ 25 ചിലവർക്ക് ലക്കുണ്ട്, അന്ന് ചിലപ്പോൾ രക്ഷപ്പെടാം. 2025 ചിലപ്പോൾ ചിലവർക്ക് വീണ്ടും ദൈവം ഇങ്ങനെ കുറേ സ്ട്രഗ്ലിങ്സ് കൊടുക്കും. സോ ആ സ്ട്രഗ്ലിങ്സ് നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രോങ് ആയിട്ട് നിന്ന് ഓവർകം ചെയ്യാം. മാക്സിമം സ്ട്രോങ് ആയിട്ട് നിന്ന് 2025 ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഓവർകം ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ എനിക്ക് 2025 കുറിച്ച് പറയാനുള്ളത്. പിന്നെ 24 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാഡ്നെസ് ആയിരുന്നു, ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, എല്ലാ സോർട്ട് ഓഫ് സ്റ്റഫും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് വന്നിരുന്നൊരു ഇയർ ആയിരുന്നു. എന്തോ കുട്ടി ശബ്ദങ്ങൾ ഉണ്ടായി കളിക്കുന്നത് 2024 ഉണ്ടായിരുന്നത്. പക്ഷെ 2025 ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം. എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ കഷ്ടപ്പാടുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ജീവിച്ചു പോകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. 2025 എന്ന് പറയുമ്പോൾ അതേ സെയിം ആൾക്കാരായിരിക്കും നമ്മൾ വീണ്ടും കാണുന്നത്. നമ്മൾ അതേ സെയിം ജീവിതം തന്നെയാണ് എന്ന് വെച്ചാൽ ആൾക്കാരിലും വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സോ മാക്സിമം 2025 ഈ പ്രാവശ്യം ഉണ്ടായ ലെസൺസ് എല്ലാം മനസ്സിൽ കീപ്പ് ചെയ്ത് നല്ലപോലെ ഇതും ഉണ്ടാവാതെ നല്ലപോലെ ജീവിക്കാൻ കഴിയട്ടെ. താങ്ക് യു. ബൈ. അലീന ഒരു ബായ് കൊടുത്ത്. അലീന തിരിഞ്ഞിട്ട് ടാറ്റ കൊടുക്കൂ. അലീന നിങ്ങൾ കാണത്തില്ല. ഒരു ടാറ്റ കൊടുക്കൂ അലീന. ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ്. Okay, bye, Tata.